എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഇന്നത്തെ വിഷയം സ്വപ്നവും യാഥാർത്ഥ്യവും. സ്വപ്നം നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കുറേ ചിത്രങ്ങളും ചിന്തകളുമാണ് സ്വപ്നം. അത് എഴുന്നേറ്റ് കഴിയുമ്പോൾ അതൊക്കെ മാഞ്ഞു പോകുന്നു, യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചെത്തുന്നു. ഇതല്ലേ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ വ്യത്യാസം ഇതാണ് പൊതുവേ. അപ്പോൾ ഇതിൻ്റെ ഇന്നർ ലെയറിലേക്ക് എത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നിക്കാണും സ്വപ്നം സത്യമായിരുന്നെങ്കിൽ യാഥാർത്ഥ്യത്തെക്കാളും. അതെന്ന് വെച്ചാൽ സ്വപ്നത്തിൽ നല്ല സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്ത് നല്ല ജീവിതം. തിരിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് സ്വപ്നമായിരുന്നോ എന്നുള്ളൊരു തോന്നലുണ്ടാവും. ചിലവർക്ക് നേരെ തിരിച്ചും വരും, നല്ല ജീവിതത്തിലും മോശ സ്വപ്നങ്ങൾ വരും. യഥാർത്ഥത്തിൽ ഇത് രണ്ടും തമ്മിൽ വളരെ നേരിയ വ്യത്യാസമേ ഉള്ളൂ. ഒരു ഉറക്കം, ഒരു മയക്കമാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ആ ഒരു നേരിയ വ്യത്യാസമേ ഉള്ളൂ. വിചിത്രമായിട്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെയും തോന്നാറുണ്ട്, അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്നതാണ് മിഥ്യയെന്നും സ്വപ്നമാണ് യഥാർത്ഥം, അങ്ങനെയും തോന്നുന്നവരുണ്ട് ഇല്ലേ? അത് വളരെ അപൂർവമുണ്ട്. അതായത് അതിൻ്റെ കൂടുതൽ ആഴങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വട്ടാവും. നമുക്കത് ചിന്തിക്കാൻ കൂടെ പറ്റുന്നില്ല. യഥാർത്ഥത്തിൽ ഇതൊക്കെ മായയാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. കുറച്ചു കാലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ ചിലപ്പോൾ കാണുന്നില്ല. കാണുന്ന വീട്, ഉണ്ടായ വീട് പെട്ടെന്ന് കാണുന്നില്ല. എന്തിന് ഈ കാണുന്ന മരം തന്നെ നാളെ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഉണ്ടാവുന്നതും ഇല്ലാത്തതുമൊക്കെ ഒരു നിമിഷം കൊണ്ടാണ് ഇതുണ്ടാവുന്നത്. അപ്പോൾ ആർക്കറിയാം സ്വപ്നമാണ് സത്യമെങ്കിൽ? നമ്മളിത് യഥാർത്ഥമായി നിൽക്കുന്നത് മിഥ്യയാണെന്നും, അതായത് ഇതൊരു സ്വപ്നമാണെന്നും മനസ്സിലായി. അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഇതാണ് സ്വപ്നമെന്നും അതാണ് യഥാർത്ഥമെന്നും അങ്ങനെയും വരാമല്ലോ. അതായത് അതിൻ്റെ ഒരു വിവിധ തലങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഒരു നേരിയ ഇതേ ഉള്ളൂ. ഒരു ബോധം കെടൽ കംപ്ലീറ്റ് ശൂന്യതയാവുന്നു. ഒരു ബോധം ഉണരുമ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തും, അത് വേറൊരു ലോകം. അത്രയേ ഉള്ളൂ ഈ സ്വപ്നവും ബോധവും തമ്മിലുള്ള ഇത്. അതിൻ്റെ ഒരു നേരിയ വരമ്പിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ജീവിതത്തിൽ നമ്മൾ കാണുന്നത് പലതും യഥാർത്ഥ ജീവിതമായിട്ട് ഒരു ബന്ധവുമില്ലാത്തതാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, ചില സമയത്ത് നമ്മൾ യഥാർത്ഥ ജീവിതമായിട്ട് ബന്ധപ്പെട്ടത് നമ്മൾ ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഉറങ്ങാൻ നേരം ഒരു വിചിത്രമായ ഡ്രാമ കണ്ടു കഴിഞ്ഞാൽ, ആ ഡ്രാമ ഒരു സസ്പെൻസിൽ നിന്ന് കഴിഞ്ഞാൽ അന്ന് രാത്രി മുഴുവൻ നമ്മൾ കാണുന്നത് സീരിയലിനെ കുറിച്ചായിരിക്കും. ആ ഒരു സസ്പെൻസിനെ കുറിച്ചായിരിക്കും അന്ന് രാത്രി മുഴുവൻ കണക്കൂട്ടുന്നുണ്ടാവും. അതേപോലെ തന്നെ പഠിപ്പായാലും എന്തായാലും നമ്മളെന്തോ ബാക്കി വെച്ചിട്ട് ഉറങ്ങുന്നോ അതനുസരിച്ചിരിക്കും. പ്രാർത്ഥനയും ജപവുമായിട്ട് കഴിയുന്നവർക്ക് അതുണ്ടാവില്ല. എന്നിരുന്നാൽ നമുക്ക് പറയാൻ പറ്റില്ല. കിടക്കാൻ നേരം കാണാത്ത പലതും സ്വപ്നത്തിൽ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഗുഡ്നസ്? എന്താണ് ഈ സ്വപ്നവും യഥാർത്ഥവും തമ്മിലുള്ള അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യാഥാർത്ഥ്യത്തിൽ തന്നെ നിൽക്കുമ്പോൾ, രാവിലെ പല പണി ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സൈഡ് ബൈ സൈഡ് ചിന്തിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് കാര്യം ചിന്തിക്കുന്നുണ്ട്. പല പണി ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിച്ചു കൊടുക്കുന്നുണ്ട്. ആ പണി ചെയ്യുമ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഉറങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കൂലേ അല്ലേ? നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ചിന്തിച്ചു കൊടുക്കും. പക്ഷെ നമ്മൾ രാവിലെ അത് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെല്ലോ ചിന്തിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട് അല്ലേ? ഈ ചിലവർക്ക് ഒന്നും സ്വപ്നം പോലും കാണാതെ ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അതിനെയാണ് പീസ്ഫുൾ സ്ലീപ്പ് എന്ന് പറയുന്നത്. ഒരു ചിന്തയുമില്ലാതെ വളരെ സ്വസ്ഥ. അത് ഉറങ്ങി രാവിലെ എണീറ്റ് തന്നെ എങ്ങനെ ആയി എന്നൊരു നിമിഷം കൊണ്ടായ പോലെ അത്രയും വളരെ. അപ്പോൾ എഴുന്നേൽക്കുമ്പോഴും മനസ്സ് റിഫ്രഷും ആവുന്നുണ്ട് ഇല്ലേ? അത് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വപ്നം കാണാതെയാണ് ശരിക്കും ഉറങ്ങേണ്ടത്. കാരണം സ്വപ്നം കാണുക മീൻസ് നമ്മൾ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സ് അടങ്ങി നിർത്തണം. മനസ്സിൽ സ്വപ്നമൊന്നും കാണാതെ മധുരമായ സ്വപ്നങ്ങളൊക്കെ കാണുന്നത് നല്ലതാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ വെറുതെ മനസ്സിനിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുക. ജീവിതത്തിൽ സമാധാനവും പീസും ഒക്കെ വേണമെങ്കിൽ മനസ്സ് അടങ്ങണം, ചിന്തകൾ കുറയണം. ചിന്തകൾ കുറയണമെങ്കിൽ അതാണ് അത് രാവിലെ തന്നെ നമ്മൾ ചിന്തകൾ കുറക്കണം.
ദിവാസ്വപ്നങ്ങളും രാവിലെ ചിന്തിക്കുന്നതും കുറക്കുക. അപ്പോൾ രാത്രി ഓട്ടോമാറ്റിക്കലി കുറയും. ഇതെങ്ങനെ ചിന്തകൾ കുറക്കാം? വളരെ സമാധാനത്തോടെ എങ്ങനെ നമുക്ക് ഉറങ്ങാം, ചിന്തകളില്ലാതെ എങ്ങനെ ഉറങ്ങാം, അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മൾ രാവിലെ തന്നെ ചിന്തകൾ കുറക്കാം. ചെയ്യേണ്ടത് ചെയ്യുക, ചിന്തിച്ചിട്ട് കാര്യമില്ല. ചിന്തിക്കേണ്ട സമയം നമ്മൾ പരമാവധി കുറക്കുക, അത് ആക്ഷനിലേക്ക് ഉപയോഗിക്കാം. മീൻസ് നമ്മൾ ജോലി ചെയ്യേണ്ടത് കൂടുതൽ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഉദ്ദേശിക്കുന്നത് അത് പ്ലാൻ ചെയ്യുക, അത് ചെയ്യുക ഡെയിലി. പക്ഷേ നമ്മളിങ്ങനെ പലതും ചിന്തിച്ചു ചെയ്യുന്നത് വേറൊന്നും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ മനസ്സ് സംഘർഷം, പല ചിന്തകളും കുമിഞ്ഞുകൂടി ഒരു സമാധാനമില്ലാത്ത അവസ്ഥയെത്തും. ആ സമാധാനമുള്ള അവസ്ഥയിൽ രാത്രി ഉറങ്ങുമ്പോൾ ഇതെല്ലാം ഭീകര സ്വപ്നങ്ങളൊക്കെ കാണും. അപ്പോൾ അത് കൺട്രോൾ ചെയ്യണം. പക്ഷേ ഇതെല്ലാം ഇതാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ ഉറങ്ങുന്നതാണോ യാഥാർത്ഥ്യം, ഇതാണോ ഇത് സ്വപ്നവും അങ്ങനെയും ആവാമെന്നുള്ളൊരു അതൊരു വേറൊരു ഡിഫറെൻറ്റ് ലെവലാണ്. നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഭ്രാന്താവും എന്നല്ലാതെ ഒന്നും സംഭവമില്ല. അപ്പോൾ നമ്മൾ ചിന്തകൾ കുറക്കാനാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക മയക്കമില്ലേ, അതിൻ്റെ ഒരു നേരം മയങ്ങുന്ന ബോധം കെടല്ലേ അല്ലേ. അപ്പോൾ ഷോർട്ടായിട്ട് മയങ്ങുന്നത്, വളരെ കുറച്ച് സമയം മയങ്ങുന്നത് നമ്മൾ ഉറക്കം, എന്നേക്കുമ്പോൾ മയങ്ങുന്നതാണ് മരണം അല്ലേ. അത്രേ വ്യത്യാസമുള്ളൂ. സ്വിച്ച് ഓഫ് ആക്കുക, ടി വിയിൽ സ്വിച്ച് ഓഫ് ആക്കുന്ന പോലെയേ ഉള്ളൂ നമ്മുടെ ജീവിതം. ഒരു നിമിഷം കൊണ്ടൊരു സീന് മാറുന്ന പോലെ, ഇന്ന് നിലവിലുള്ള ഈ വീടടക്കമില്ല എന്ന പോലെ ഒരു നിമിഷം നമ്മൾ മയങ്ങുന്നു, അടുത്ത നിമിഷം വേറൊരു ചിത്രം വരുന്നു. അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം. ഒരു മയക്കം കഴിഞ്ഞു. അപ്പോൾ അത്രയും വളരെ ലൈറ്റായിട്ടുള്ള നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ യഥാർത്ഥ ബോധത്തിൽ നമ്മൾ അത്രയും അഹങ്കാരം കാണിച്ചിട്ട് എന്താകും അല്ലേ. അതുകൊണ്ട് എന്നാലും ഇതാണ് സ്വപ്നത്തിൻ്റെ ഒരു സ്വപ്നത്തിൽ നല്ല സ്വപ്നം കാണണമെങ്കിൽ ഏറ്റവും എല്ലാവരും പറയും ഉറങ്ങാൻ നേരം നല്ല കാര്യങ്ങൾ ചിന്തിച്ച് ഉറങ്ങുക. ഒരു പരിധി വരെ ശരിയാണ്, ഒരു നല്ല കാര്യം ചിന്തിച്ച് നമുക്ക് നല്ലത് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ബാക്കി എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതിങ്ങനെ ചിന്തിച്ച് കൂട്ടും. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും രാത്രി ഉണ്ടാവുക. അപ്പോൾ ചിന്തകൾ കുറവാക്കാൻ ശ്രമിക്കുക. അതിന് ഒരുപാട് മാധ്യമങ്ങൾ, മീഡിയ ഉണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ ധ്യാനം ചെയ്യുക. കുറച്ച് നേരം മനസ്സിനെ അടക്കാനുള്ള ഏറ്റവും വലിയ ഉപായം ധ്യാനം തന്നെയാണ്. സംഗീതമുണ്ട്, പിന്നെ യോഗയുണ്ട്, അങ്ങനെ പല നമുക്ക് എവിടെയാണോ പീസ് കിട്ടുന്നത്, ഒരു കുറച്ച് നേരം കടൽത്തീരത്ത് പോയി നിൽക്കുമ്പോൾ ഈ ചിന്തകളൊക്കെ കുറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് പോയി. അപ്പോൾ അങ്ങനെ നമുക്ക് രാത്രിയിൽ ചിന്തകൾ കുറക്കാം, സുഖമായിട്ട് ഉറങ്ങാം. റെസ്റ്റ് ചെയ്യേണ്ട ടൈമാണ്. ആ റെസ്റ്റ് ചെയ്യേണ്ട ടൈം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ്. അപ്പോൾ സ്വപ്നം കാണുന്നത് ഒരിക്കലും നല്ലതല്ല. കാരണം സ്വപ്നം യാഥാർത്ഥ്യമാണോ എന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിപ്പോവും. അപ്പോൾ മെൻ്റൽ പീസിന്, സമാധാനത്തിന് ഈ ചിന്തകളൊക്കെ ഒഴിവാക്കി സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാം. അതാണ് വേണ്ടത്. ആ ചിന്തകളെ അടക്കി നിർത്താനുള്ള മാർഗങ്ങൾ തേടി പോവുക. ഓക്കെ.